ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയൊരു ഷർട്ടുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഷർട്ടുകളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊരു ഷർട്ടുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. നല്ല ഷർട്ടാണെങ്കിൽ അധികം കേടൊന്നും പറ്റാത്ത ഷർട്ടുകളൊക്കെയാണെങ്കിൽ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഷർട്ട് വെച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒന്നാണ് ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഷർട്ട് അധികം കേടൊന്നും പറ്റാത്ത ഷർട്ടാണ്. ഈ ഷർട്ട് ഞാനിവിടെ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ഇഞ്ച് ലെങ്ത്താണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 20 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 20 ഇഞ്ച് നീളത്തിൽ വന്നിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഷർട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ വീതി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഈ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മുടെ ഈ കോളറിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിന് താഴത്തേക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്കൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് ഏകദേശം എന്താണെന്ന് മനസ്സിലായി കാണും. കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ് ഈ ഒരു ഷർട്ട് വെച്ച് തയ്ച്ചെടുക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കണേ. വീഡിയോയുടെ ലാസ്റ്റാണ് നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ആം ഹോളാണ് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയത്. ഇത് നമുക്ക് കഴുത്ത്, ഈ ഒരു ഷർട്ടിൻ്റെ കഴുത്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നിവർത്തിയിട്ടതിന് ശേഷം ഈ ഒരു ഷർട്ടിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അവിടെ നമുക്കൊരു വി പോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, വീഡിയോയിൽ കാണുന്നത് പോലെ. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നമുക്കൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇനി ഞാൻ ഇവിടെ ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 15 ഇഞ്ചാണ്. ഇപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ ഈ ആം ഹോളിൻ്റെ ഇവിടെ രണ്ടാക്കി ഒന്ന് മടിക്കിയതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ആം ഹോളും നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ആദ്യം നമ്മളൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, അവിടെ നിന്ന് താഴത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. നമ്മൾ ഒരു വി പോലെ കട്ട് ചെയ്തില്ലേ, അവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഷർട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡുകളൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ താഴ്വശം ഇവിടെ ഒന്ന് രണ്ടാക്കി മടിക്കിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. 2 സൈഡും ഇതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്രോച്ചിങ് ഏരിയ നമ്മൾ ആദ്യം വി പോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സൈഡുകൾ തമ്മിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അവിടെ നമുക്ക് ഈ ഇലാസ്റ്റിക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഈ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ചെരിഞ്ഞ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ 10 ഇഞ്ചിൻ്റെ നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വേണം നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ 2 സൈഡും ഫ്രണ്ടിലും ബാക്കിലും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ സ്ഥലത്തോടെ. എന്നിട്ട് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം.
ഇലാസ്റ്റിക് നല്ലപോലെ വലിച്ച് പിടിച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. താഴത്തെ തുണിയിലൊന്നും സ്റ്റിച്ചിങ് പിടിക്കാതെ നല്ലപോലെ ശ്രദ്ധിച്ച് വേണം അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി അപ്പുറത്തെ സൈഡ് കൂട്ടി യോജിപ്പിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആദ്യം ഒരു സൈഡ് മാത്രമാണല്ലോ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇപ്പുറത്തെ സൈഡും കൂടി 2 സൈഡും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പീസ് തുണി മടക്കിയതിന് ശേഷം ഇങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കാനുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പഴയൊരു ഷർട്ട് ഉപയോഗിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റോംബറാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതുപോലെ പഴയ ഷർട്ട് ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പഴയ ഷർട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.